നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് മാത്രമാണ് ഈ ദുരിത ദുഃഖങ്ങളൊക്കെ എന്ന്? തീർച്ചയായും നിങ്ങൾക്ക് മാത്രമല്ല. ചില കഷ്ടകാലങ്ങൾ നമ്മളെ പിന്തുടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കും. ചില ഗോചരഫലങ്ങൾ അനുകൂലമല്ലാതായിരിക്കുമ്പോഴും നമുക്കൊരുപാട് ദുരിത ദുഃഖങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. തീർച്ചയായും ഇതിനൊരു മോചനമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. ജൂലൈ 12 ശേഷം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുന്ന, വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന 7 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ കഷ്ടകാല സമയം തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല. എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പണി 18 ചെയ്തിട്ടും ഒരു വലിയ ഉയർച്ചയോ മാറ്റമോ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. പോകാത്ത ക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല, എല്ലാം ചെയ്തു. എന്നിട്ടും ഒരു മാറ്റവും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. എന്നാൽ ശരിയാം വണ്ണമുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ എത്ര വലിയ തടസ്സങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാം എന്നത് ജ്യോതിഷത്തിൽ മാത്രമല്ല, താന്ത്രികത്തിലും മാന്ത്രികത്തിലും അങ്ങനെ തന്നെ പറയുന്നു. ഈ നക്ഷത്ര ജാതകർ ശരിയാം വണ്ണം വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്ക് പെട്ടെന്നൊരു ശമനം സംഭവിക്കുകയും ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് സാധ്യതയും കാണുന്നു. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമാൽ ഭാഗ്യമുള്ള 7 നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ എത്ര വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു സമയം കടന്നു പോയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. ഒരുപക്ഷെ പഴയ ആ ദുരിതപൂർണമായ കാര്യമോർത്ത് പിന്നീട് നമ്മൾ ആ ഒരു അവസ്ഥ തരണം ചെയ്തല്ലോ എന്ന് സന്തോഷിക്കും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചും ഈ ഒരു അവസ്ഥ, ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ മാറണം. അപമാനിച്ചവർ കൂടെയുണ്ടാകും, ദുഷ്പേരുകൾ വരുത്തിയവർ കൂടെയുണ്ടാകും, ഓരോ രീതിയിലും ദുഃഖങ്ങൾ നമുക്ക് സമ്മാനിച്ചവരുണ്ടാകും. അവരെയൊക്കെ അല്പനേരത്തേക്ക് മറന്നേക്കുക, അല്പനാളേക്ക് മറന്നേക്കുക. ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് എന്ന് ഉള്ളിലൊന്ന് നന്നായി പറയുക. ഈ 7 നക്ഷത്ര ജാതകർക്ക് അത്തരമൊരു നല്ല സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ധനപരമായിട്ടുള്ള നേട്ടമുണ്ട്, വാഹനയോഗമുണ്ട്, വസ്തുവകകൾ വാങ്ങാനുള്ള യോഗമുണ്ട്. വിദേശത്ത് നിൽക്കുകയാണ് എങ്കിൽ വിദേശത്ത് പോകാനും വിദേശത്ത് നല്ല രീതിയിൽ രക്ഷപ്പെടാനുമുള്ള യോഗമുണ്ട്. ഇത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. അപ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ 7 നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യത്തെ ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതങ്ങൾ തന്നെയായിരുന്നു, സങ്കടപ്പെട്ട നാളുകൾ തന്നെയാണ്. കൂടെ നിന്നവരൊക്കെ ചതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല സമയമാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു. ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ് വിശാഖത്തിന്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോകുന്നു. ധനസമ്പാദനത്തിന് കഴിയുന്ന സമയം, വിദേശത്ത് പോകാൻ കഴിയുന്ന സമയം,
ഇപ്പോൾ ഏതെങ്കിലും ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി രക്ഷപ്പെടാൻ തിരുവാതിരയ്ക്ക് കഴിയും. തിരുവാതിര ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്യുക. ഒരു കരിങ്കാലി മാലയൊക്കെ അണിയുക. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. നമ്മുടെ ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, വിളിച്ചു നേർച്ചകളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് കരിങ്കാലി മാല അണിയുന്നത് നല്ലതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം. കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുന്നു. ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും തിരുവോണം എത്തും. തിരുവോണം നക്ഷത്ര ജാതകർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയൊരു മാറ്റം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. അയ്യപ്പനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും. ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. ഉത്രം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ഉത്രം നക്ഷത്ര ജാതകർ സ്വാമി ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഇനി ഭാഗ്യവും നേട്ടവും സർവീശ്വര്യവും നിങ്ങളെ തേടി വരും. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. 5ാമത്തെ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ ദേഷ്യം കുറയ്ക്കുക, അനാവശ്യ വഴക്കുകൾ ഒഴിവാക്കുക, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. കരിങ്കാലി മാലയൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ അണിയുക. തീർച്ചയായും വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരും. ശത്രുദോഷങ്ങൾ, അഭിചാരദോഷങ്ങൾ, വിളിച്ചു നേർച്ചകളൊക്കെ മാറിക്കിട്ടും. ഒരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യത നിങ്ങളിലുണ്ട്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്ര ജാതകരാണ്. മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ദേവിയെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കളുടെ ഒരു വലിയ ശക്തി നിങ്ങളിലുണ്ട്. അവരാണ് നിങ്ങളെ നയിക്കുന്നത്. തീർച്ചയായും അവരെ പ്രാർത്ഥിക്കുക. ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മകൻ നക്ഷത്ര ജാതകർ തീർച്ചയായും പോകേണ്ട ക്ഷേത്രം ദേവീക്ഷേത്രം തന്നെയാണ്. പോകണം. അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തൊട്ടടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതത്തിനിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ്. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ നയിക്കാൻ ഒരു വലിയ ശക്തിയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക. ഭാഗ്യം നിങ്ങൾക്കുമേൽ വന്നു ചേരും. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറും. ചില ഗോചരഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു. നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവീശ്വര്യത്തിലേക്കും നിങ്ങളെത്തുന്നു. രക്ഷപ്പെടാൻ ഇതുവഴി വഴി രക്ഷപ്പെടും ഉറപ്പാണ്. അപ്പോൾ ഈ ഗോചരഫലം അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ദൈവാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഭാഗ്യം തുണയ്ക്കട്ടെ, നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.